ചോറിനും ചപ്പാത്തിക്കും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാനും പറ്റിയ മുട്ട ചെക്ക് ചെയ്ത് ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്ത് വ്യത്യസ്ത രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായി നമ്മളിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ കൂടി ചേർക്കാം. ഇനി നമുക്കിത് നന്നായി അടിച്ചെടുക്കാം. മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടിയോ പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതോ ചേർക്കാവുന്നതാണ്. കുരുമുളക് പൊടിയോ പച്ചമുളകോ ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. പച്ചമുളക് ചേർത്തുണ്ടാക്കുന്നതാണ് കൂടുതൽ രുചിയെങ്കിലും ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നന്നായി അടിച്ചെടുത്ത മുട്ടയിലേക്ക് 4 ചെറിയുള്ളി നൈസായി വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അതായത് 1/4 കപ്പ് പാല് ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മുട്ട ചെക്ക് ചെയ്ത് ഡ്രൈ ആയി പോവാതെ നല്ല സോഫ്റ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പാല് ചേർക്കുന്നത്. ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് ചേർത്തത്. പാല് ഫ്രഷ് ആയതുകൊണ്ടാണ് തിളപ്പിച്ചാറ്റിയത്. പാക്കറ്റ് പാലാണെങ്കിൽ നേരിട്ടും ചേർക്കാവുന്നതാണ് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചിക്കിയെടുക്കാം. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതിയാകും. എണ്ണ നന്നായി ചൂടാവുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. കൂടുതൽ ഉറയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിത് ചെറുതായി ഇളക്കി കൊടുക്കാം. അടിഭാഗം ചേർത്ത് ഇളക്കി കൊടുക്കണം. പക്ഷേ കൂടുതൽ ഇളക്കി ചെറുതാക്കാതെയും ശ്രദ്ധിക്കണേ. ഇത് കുറച്ച് വലുപ്പമുള്ള കഷ്ണങ്ങളായി ഇരിക്കുന്നതാണ് നല്ലത്. അതുപോലെ മുട്ട പൊരിച്ച് ഉണ്ടാക്കുന്നത് പോലെ കൂടുതൽ ചിക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മുട്ട ജസ്റ്റ് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാകും. അതിനാണ് കൂടുതൽ രുചി. എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. അങ്ങനെ നമ്മുടെ മുട്ട ചെക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.